സാർ, സാമ്പത്തികമായി തകർന്ന പാകിസ്ഥാനിൽ നിന്ന് കുറച്ച് പേരൊക്കെ അറേബ്യൻ രാജ്യങ്ങളിലേക്ക് ചെല്ലുകയും അവിടെ പിച്ചെടുക്കുകയും ചെയ്ത വാർത്തയൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. സാർ അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ പിച്ചക്കാർക്കെതിരെ പാകിസ്ഥാനിൽ നടപടി, അവരെ കരിമ്പട്ടികയിൽപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള അങ്ങനെയുണ്ടോ സംഭവം? അതായത് കഴിഞ്ഞ ദിവസം, അതായത് സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇപ്പം മക്കയിലും മദീനയിലും ഒക്കെ പോയിട്ട് ഹജ്ജ്, ഉംറ ഇങ്ങനത്തെ വിശേഷാവസരങ്ങളിലൊക്കെ പോയിട്ട് അവിടെ തെരുവുകളിലൊക്കെ പിച്ചതുണ്ടെന്നു. ഈ സൗദി അറേബ്യയിൽ പിച്ചതുണ്ടല്ലേ നിരോധിച്ചിരിക്കുക, യാചക നിരോധനമൊക്കെ ഉള്ള സ്ഥലമാണത്. അപ്പോൾ പാകിസ്ഥാനികൾ പോയിട്ട് അവിടെ പിച്ചതുണ്ടെന്നു എന്ന് പറഞ്ഞിട്ട് സൗദി അറേബ്യ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ പാകിസ്ഥാനോട് ഈ സ്ഥാനപതിമാർ തന്നെ പരാതിപ്പെട്ടിരുന്നു. ഇതൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. ഇതിൻ്റെ നടപടി എന്നുള്ള നിലയ്ക്കാണ് 4300 പിച്ചക്കാരെ കരിമ്പട്ടികയിൽപ്പെടുത്തി. ഇനി പാകിസ്ഥാൻ ഇവർക്ക് വിസയൊന്നും കൊടുക്കില്ല, പിന്നെ വിമാന ടിക്കറ്റ് കൊടുക്കില്ല. വിമാനത്തിൽ പോയിട്ടാണല്ലോ അതെ പിച്ച കണ്ടുന്നത്. അപ്പോൾ വിമാനത്തിലൊന്നും സഞ്ചരിക്കാൻ പറ്റില്ല. അങ്ങനെ ഈ 4300 പേര് കുഴപ്പക്കാരാണ്. ഇവരൊരു മാഫിയയുടെ ഭാഗമാണ്, പിച്ച മാഫിയ. അതിൻ്റെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടാണ് ഈ നടപടി. ഇപ്പോൾ 3 തരം കയറ്റുമതികൾ പാകിസ്ഥാനിൽ നിന്നുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ഭീകരത, ടെററിസം. 2 കഴുതകളുടെ ഫാമുകൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം ചൈന ഈ മരുന്നുകൾക്ക് വേണ്ടിയിട്ട് കഴുതകളെ ആവശ്യമുണ്ട്. കഴുത എത്ര തന്നാലും മേടിച്ചോളാന്ന് പാകിസ്ഥാനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് മൃഗമായിട്ട് തന്നെ വേണം, നിങ്ങളായിട്ട് വന്നാൽ പോരാ. കഴുത എന്ന് പറയുന്ന മൃഗം മതിയല്ലേ? അതെ, അത് വേണ്ടി വരും എന്ന്. ഈ കഴുതയെ സംബന്ധിച്ചിട്ട് വേറൊരു കഥയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു കഴുത ഈ കാട്ടിൽ പോയിട്ട് തപസ് ചെയ്തു. ദൈവം അപ്പം സാധാരണ ഈ വരം കൊടുക്കാനായിട്ട് ഒരുപാട് കഠിന തപസ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവം പ്രത്യക്ഷപ്പെടുമല്ലോ, അങ്ങനെയല്ലേ പുരാണത്തിൽ. അപ്പം അങ്ങനെ ദൈവം പ്രത്യക്ഷപ്പെട്ടു. കഴുതയോട് ചോദിച്ചു, നിനക്ക് എന്താ വരം വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രഭോ, എനിക്ക് അടുത്ത ജന്മത്തിലും കഴുതയായി ജനിച്ചാൽ മതി എന്ന് ദൈവം പറഞ്ഞു. ദൈവത്തോട് പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, ഇല്ല, ഒരിക്കലേ ഒരു ജന്മം അനുവദിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കഴുത പറഞ്ഞു, എങ്കിൽ എനിക്ക് അടുത്ത ജന്മത്തിൽ മാർക്സിസ്റ്റ് ആയാൽ മതി എന്ന് പറഞ്ഞു. ശുഭിതനായപ്പോൾ ദൈവം, നിന്നോടല്ലേ പറഞ്ഞേ ഒരു തവണയേ ഒരു ജന്മം പാടുള്ളൂ, രണ്ടും തന്നെയാണല്ലേ. കഴുതയെ പറ്റിയൊരു കഥയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മറ്റിപ്പോൾ കരിമ്പട്ടികയിൽപ്പെടുത്തി 4300 പിച്ചക്കാരെ എക്സിറ്റ് കൺട്രോൾ ലിസ്റ്റ് എന്നാണ് പറയുന്നത്. എക്സിറ്റ് കൺട്രോൾ ലിസ്റ്റ്. പുറത്തേക്ക് സൗദിക്ക് പോകാൻ പാടില്ല ഇവർ. സെപ്റ്റംബറിലാണ് സൗദി പരാതി ഉന്നയിച്ചത് പാകിസ്ഥാനോട്. ഉംറ അവസരങ്ങൾ ഇവർ ദുരുപയോഗം ചെയ്യുന്നു, പാകിസ്ഥാനിലെ പിച്ചക്കാർ. ഹജ്ജ് വിസ, അവിടുന്ന് വിസ കൊടുക്കണമല്ലോ, അതും ഇവർ ദുരുപയോഗം ചെയ്യുന്നു. ഹജ്ജ് തീർത്ഥാടനത്തിന്, ഉംറയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് ഇവർ പോകുന്നത് തീർത്ഥാടനത്തിനല്ല, പിച്ചതണ്ടാനാണ്. അപ്പം തീർത്ഥാടനത്തിന് കൊടുക്കുന്ന വിസ ദുരുപയോഗം ചെയ്യുന്നു. ഇതായിരുന്നു സൗദി അറേബ്യയുടെ പരാതി. ഇവർ പിച്ചതണ്ടുന്നതാകട്ടെ മെക്കയിലും മദീനയിലും ഒക്കെയാണ്. അപ്പോൾ ആഭ്യന്തരമന്ത്രി, പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ റാസ നഖ്വി കഴിഞ്ഞ ദിവസം സൗദി ഉപ ആഭ്യന്തരമന്ത്രി നാസർ ബിൻ അബ്ദുൾ അസീസ് അൽ ധാവൂദിനെ ഞങ്ങൾ ഈ നടപടികളൊക്കെ എടുത്തിട്ടുണ്ട് എന്നറിയിച്ചു. അല്ലെങ്കിൽ സൗദിയുടെ സഹായങ്ങളും നയതന്ത്ര ബന്ധമൊക്കെ പോകുമല്ലോ. എന്നിട്ട് പറഞ്ഞു, ഇതൊരു മാഫിയയാണ് ചെയ്യുന്നത്, നിങ്ങൾ പൊറുക്കണം എന്നൊക്കെ പറഞ്ഞു. ഇത് പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട പത്രം ഡോൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇവരെ ബാൻ ചെയ്തു എന്നുള്ളത് ഡോണിൽ വായിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. 4300 പേരെ കരിമ്പട്ടികയിൽപ്പെടുത്തി എന്നുള്ളത്. ഡോൺ എന്ന് പറഞ്ഞ പത്രം മുഹമ്മദ് അലി ജിന്ന തുടങ്ങിയതാണ്. പോത്തൻ ജോസഫ് അതിൻ്റെ എഡിറ്ററായിരുന്നു തുടങ്ങിയ കാലത്ത്. അപ്പോൾ ഈ ആഭ്യന്തരമന്ത്രി സൗദി അറേബ്യ അറിയിച്ചിട്ടുണ്ട്, പിച്ചക്കാർക്കെതിരെ 0 ടോളറൻസ് ആയിരിക്കും. സാധാരണ ഭീകരതയ്ക്കെതിരെ 0 ടോളറൻസ് എന്നൊക്കെയാണ് പറയുക. ഇത് പിച്ചക്കാരെ ഇനി സഹിക്കുന്ന പ്രശ്നമില്ല. 0 ടോളറൻസ്. മെക്ക, മദീന, ജിദ്ദ
തെരുവുകളിൽ ഈ പാകിസ്ഥാൻ പിച്ചക്കാരെ കൊണ്ട് പൊറുതി മുട്ടിരിക്കുകയാണെന്നുള്ളതായിരുന്നു സൗദിയുടെ പരാതി. പണ്ട് ഇവിടെ നിന്നുള്ള ഒരു ഉസ്താദ് അവിടെ പോയിട്ടേ ഈ മെക്കയിലും ഒക്കെ പിച്ച ഉണ്ടെന്നായിട്ട് ആളുകൾ പറഞ്ഞറിവുണ്ട് എനിക്ക്. സത്യമാണോന്നറിയില്ല. ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കി അദ്ദേഹം. അപ്പോൾ ഇത് സത്യത്തിലൊരു ഹജ്ജ് തീർത്ഥാടനമല്ല, പിച്ച തീർത്ഥാടനമാണ് എന്നാണ് വന്നിരിക്കുന്നത്. 90%. പിന്നെ ഈ മെക്ക ഗ്രാൻഡ് മോസ്ക് ഉണ്ടല്ലോ, മെക്കയിലെ മോസ്ക്, ആ മോസ്കിൻ്റെ അകത്ത് പോക്കറ്റടി നടക്കാറുണ്ട് ഈ ഹജ്ജ് തീർത്ഥാടന സമയത്ത്. ആ 90% പോക്കറ്റ് അടിക്കാരും പാകിസ്ഥാനികളാണെന്ന് സൗദി അറിയിച്ചിട്ടുണ്ട്. ഈ പരിപാടിയാണ് പാകിസ്ഥാനികൾ വന്ന് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഈ ഓവർസീസ് പാകിസ്ഥാനീസിൻ്റെ സെക്രട്ടറി, ഓവർസീസ് പാകിസ്ഥാനീസ് സെക്രട്ടറി സീഷൻ ഖംസാദ ആണ് ഈ വിവരം പറഞ്ഞിരിക്കുന്നത്. 90% പോക്കറ്റടി ഈ ഗ്രാൻഡ് മോസ്കിൽ നടത്തുന്നതും പാകിസ്ഥാനികളാണ് എന്നുള്ളത് സീഷൻ ഖംസാദ, സെക്രട്ടറി ഓഫ് ഓവർസീസ് പാകിസ്ഥാനീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സൗദിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ യാചിക്കൽ നിരോധനം ഉള്ള സ്ഥലമാണ്. 6 മാസം ശിക്ഷയുണ്ട് അവിടെ പിച്ച തണ്ടിയാൽ. അപ്പോൾ 6 മാസം ഈ ശിക്ഷയുള്ളത് കൊണ്ട് ഇപ്പോൾ അവിടെ ഈ പാകിസ്ഥാനികളായ പിച്ചക്കാരെ കൊണ്ട് ജയിലുകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അകത്ത് കൊണ്ട് ഇടുകയാണ്. അപ്പോൾ ജയിൽ മൊത്തം നിറഞ്ഞിരിക്കുക. ഇവർക്ക് അങ്ങനെയും ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ, ദാരിദ്ര്യം മാറുന്നു. സ്വന്തം രാജ്യത്ത് നിന്ന് അതും ഇല്ലല്ലേ, ഇവിടെ ഭക്ഷണം കിട്ടും 3 നേരം. അപ്പൊ ജയിലിൽ അവർക്ക് വേറെ ആളുകളെ പിടിച്ചിടാനുണ്ടല്ലോ. ഇത് പിച്ചക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. അപ്പൊ രണ്ടാമത്തെ പ്രശ്നമാണത്. 50,000 റിയാൽ പിഴ കൊടുക്കുകയും വേണം. അപ്പൊ ഈ പിച്ച തെണ്ടി ഉണ്ടാക്കിയ പൈസയിൽ കുറെ പിഴയായിട്ടും പോകും. അവിടെ നിന്ന് പിച്ച തെണ്ടി പൈസ ഉണ്ടാക്കുക, സർക്കാരിന് കൊടുക്കല്ലേ. അവിടെ പല ആളുകളുടെ നിന്ന് മേടിക്കുക, കളക്ട് ചെയ്തിട്ട് സർക്കാരിന് കൊടുക്കണം. അതാണ് ഒരു ഇങ്ങനെ കളക്ടർ എന്നൊക്കെ പറയാവുന്ന ജോലിയാണ് എന്ന് പറയാം, അവകാശപ്പെടാം. അപ്പോൾ 1 കോടി പാകിസ്ഥാനികൾ പുറത്തുണ്ട്. പാകിസ്ഥാന് പുറത്ത് 1 കോടി പാകിസ്ഥാനികളുണ്ട്. അതിൽ കൂടുതലും പിച്ചക്കാരാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അല്ലാതെ ജോലിയൊന്നുമായിട്ട് പല രാജ്യങ്ങളിലായിരിക്കും. ഇതാണ് കൂടുതൽ വരുമാനം എന്ന് തോന്നുന്നു. ഇതിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. UAE, ഇറാഖ് ആ രാജ്യങ്ങളും പരാതിപ്പെട്ടിരുന്നു പാകിസ്ഥാനോട്. 2023 കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിൽ ഒരു സംഭവം ഉണ്ടായി. ഇത് നമ്മൾ നേരത്തെ ചർച്ചയിൽ പറഞ്ഞിരുന്നു. സൗദിക്കുള്ള ഫ്ലൈറ്റിൽ നിന്ന്, കറാച്ചിയിൽ നിന്ന് സൗദിക്കുള്ള വിമാനത്തിൽ നിന്ന് 16 പിച്ചക്കാരെ ഇറക്കി വിട്ടു. ഇവർ പിച്ചക്കാരാണെന്നുള്ളത് മനസ്സിലായി. മൊത്തത്തിലുള്ള സാഹചര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അവർ വിമാനം കയറിയ ശേഷം ഈ പരാതികളൊക്കെ സൗദിയിൽ നിന്ന് അതിൻ്റെ ഇടയ്ക്ക് വന്നിരുന്നല്ലോ. അപ്പോൾ വിമാനത്തിൽ ടിക്കറ്റ് എടുത്ത് കയറിയ 16 പേരെ ഇവരുടെ ലിസ്റ്റ് നേരത്തെ ഉള്ളതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ തിരിച്ചിറക്കി അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ ജിദ്ദയിലേക്ക് പോകാനാണ് വിമാനത്തിൽ കയറിയിരുന്നത്. എൻ്റെ ഓർമ്മയിൽ വേറെ ഒരു തവണയും കൂടി ഇങ്ങനെ വിമാനത്തിൽ നിന്ന് ഇറങ്ങിയതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ സ്വന്തം രാജ്യത്തുനിന്ന് വേറെ ജോലിക്ക് അല്ലെ മറ്റെന്തെങ്കിലും ആവശ്യം എന്ന രീതിയിലാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. പക്ഷെ അവിടെ ചെന്ന് ചെയ്യുന്നത് ഈ പറയുന്ന ഫ്ലൈറ്റിൽ കയറുന്നത് തൊഴിലിൽ നിന്ന് പറഞ്ഞിട്ടല്ല കയറുന്നത്. അതല്ല പറഞ്ഞ അവരെ ചിന്തിക്കുന്ന അങ്ങനെയല്ലേ, മറ്റൊരു രാജ്യത്ത് എന്തെങ്കിലും പോവുകയാണെന്ന് പറയും. പക്ഷെ ഇവരുടെ ഫ്ലൈറ്റിൽ ഇവർ കയറുന്നത് തീർത്ഥാടനത്തിന് എന്ന് പറഞ്ഞിട്ടാ, ഹജ്ജ് തീർത്ഥാടനം. അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ തീർത്ഥാടന വിസയിലാണ് കിട്ടിയിരിക്കുന്നത്. ജോലിയുടെ വിസ കിട്ടുകയാണെങ്കിൽ ഒരു കമ്പനിയിൽ ജോലിയാണെന്നൊക്കെ ഉള്ള വിവരം അതിൻ്റെ അകത്ത് ഉണ്ടാവുമല്ലോ. ഇതിപ്പോ തീർത്ഥാടനത്തിന് പോകുന്നു, ഹജ്ജ് എന്ന് പറഞ്ഞിട്ട്. അതാണ് പിച്ച തീർത്ഥാടനം എന്ന് പറഞ്ഞത്. ശരിയായ തീർത്ഥാടനമല്ല. ഒരാളുകൾ സ്ഥിരം എല്ലാ തീർത്ഥാടനത്തിനും പോകുന്നുണ്ട്. അത് സൗദി കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ? അതെ, തുടർച്ചയായി ജയിലിൽ പിടിച്ചെടുക്കുന്നുണ്ട്. അതെ. അപ്പോൾ ഇനി മുതൽ നമ്മൾ വിസ നിഷേധിക്കും. ആ വിസ നിഷേധം മര്യാദയ്ക്ക് തൊഴിലിന് പോകുന്ന ആളുകളെയും ബാധിക്കും എന്നൊക്കെ സൗദി പറഞ്ഞിരുന്നു. ഇവർക്ക് നിഷേധിക്കും, ഞങ്ങളെല്ലാവരെയും സംശയിക്കും. അപ്പം മൊത്തം പാകിസ്ഥാനികൾക്ക് വിസ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാവും. പരിശോധനകൾ കർക്കശമാക്കും. അതുപോലെ പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ തീർത്ഥാടകരെയും ഞങ്ങൾ നിരോധിക്കേണ്ടി വരും. ഇങ്ങനെ പറഞ്ഞിരുന്നു പാകിസ്ഥാൻ. അപ്പോഴാണ് ഈ നടപടി വന്ന് ഇപ്പോൾ 4300 പേര്
കരിമ്പട്ടികയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ലോക രാജ്യങ്ങളുടെ മുന്നിൽ പാകിസ്ഥാൻ വലിയ അപമാനമല്ലേ? സ്വന്തം രാജ്യത്തെ ജനത മറ്റൊരു രാജ്യത്ത് പിച്ചെടുക്കാൻ പോകുന്നു, ആ രാജ്യം പറയുന്നു ഇനി ഇങ്ങോട്ട് വരരുത്, പിച്ചെടുക്കുന്നവരെ ഞങ്ങൾ പിടിച്ചിടുമെന്നാണ്. അപ്പോൾ ശരിക്കും ലോകത്തിന് മുന്നിൽ ഇത്ര അപമാനകരമായിട്ടല്ലേ അവർക്ക് ജീവിക്കേണ്ടി വരിക? അതെ, എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ IMF-ൽ നിന്ന് ലോൺ അനുവദിച്ചിരുന്നല്ലോ 7,000 കോടി രൂപ. അതിൻ്റെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് മറ്റേ 1.1 കോടിയോ മറ്റോ കിട്ടി. ഇത് മര്യാദയ്ക്ക് ചിലവാക്കുകയാണെന്നൊക്കെയുള്ള പരിശോധനകളും ഒക്കെ നടന്നു. പക്ഷേ IMF-നെ തന്നെ ഇപ്പോൾ അവിടുത്തെ മന്ത്രിമാർ ചീത്ത പറയുന്നൊക്കെ ആയിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ വായിച്ചിരുന്നു. അപ്പോൾ അവരുടെ നിബന്ധനകൾ ഉപാധികളൊക്കെ ലംഘിച്ചു അല്ലേ? ഉപാധികൾ അവർ പല ഉപാധികളും പറഞ്ഞിട്ടുണ്ടല്ലോ. ഉദാഹരണത്തിന് ആ മൻഹാട്ടനിലെ ഹോട്ടൽ റൂസ്വെൽറ്റ് അത് വിൽക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഹോട്ടൽ റൂസ്വെൽറ്റിൽ ഇപ്പം അനധികൃതമായിട്ട് ഈ കുടിയേറിയവരെ പാർപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വിവേക് രാമസ്വാമി ഒരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. അതെ, നേരത്തെ ഉണ്ടായിരുന്നു സാർ. ഈ പ്രധാനമന്ത്രിയായിട്ട് ഇമ്രാൻഖാൻ ഇരുന്ന സമയത്ത് അവിടെ ഈ ഓയിലിനും പെട്രോളിനൊക്കെ വില കുറയ്ക്കരുതെന്ന് IMF പറഞ്ഞു. പക്ഷേ അയാൾ പിന്നെയും ഭരണത്തിൽ കയറാൻ വേണ്ടി വില കുറച്ചൊക്കെ കൊടുത്തു അല്ലേ? അപ്പം എല്ലാ ഗ്യാസിന്റെ സബ്സിഡി കുറച്ചു, വാങ്ങിക്കുന്നതിലും കുറഞ്ഞ വിലയ്ക്ക് ഗ്യാസ് വിറ്റു കൊടുക്കുന്നു സർക്കാർ. പ്രത്യേകിച്ച് പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നാണല്ലോ എന്തെങ്കിലും പൈസ കിട്ടുന്നത്. അതെ, ആ പഞ്ചാബ് പ്രവിശ്യ ഈ കേന്ദ്ര ഭരണമുണ്ടല്ലോ, അവരുടെ നിയന്ത്രണമൊന്നും സമ്മതിക്കുന്നില്ല. കാരണം അവിടെ ഈ മറിയം എന്ന് പറഞ്ഞ മറ്റേ ഷെരീഫ് കുടുംബത്തിലെ അവരുടെ സ്വാധീന മേഖലയാണ് പഞ്ചാബ് അല്ലേ? പഞ്ചാബ്. അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ മറ്റേ ഷഹബാസ് ഷെരീഫാണല്ലോ പ്രധാനമന്ത്രി, നവാസ് ഷെരീഫിന്റെ സഹോദരൻ. അപ്പോൾ അവർ പറഞ്ഞാൽ കേൾക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആ രീതിയിലൊരു അച്ഛൻ വെറുതെ ബാപ്പ വെറുതെ ഇരിക്കുക എന്നൊക്കെ അവർക്ക് പറയാമല്ലോ. അപ്പൊ ആ രീതിയിലാണ്. ഉപാധികളൊന്നും പാലിക്കുന്നില്ല അവർ നിശ്ചയിച്ച്. ആ മൻഹാട്ടൻ ഹോട്ടല് വിൽക്കാൻ പറ്റിയില്ല, അതാരും വാങ്ങിക്കാനായിട്ടില്ല. 17 നിലയോ മറ്റോ ഉണ്ട്. അത് ഈ അനധികൃത കുടിയേറ്റക്കാർക്ക്. അനധികൃത കുടിയേറ്റത്തിനെതിരാണ് ട്രംപിന്റെ ഇത്. ഇപ്പൊ ന്യൂയോർക്ക് സിറ്റിയിലാണ് ഈ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ വിവേക് രാമസ്വാമി ഇതെന്ത് പോഴത്തമാണ്, കാരണം അത് പാട്ടത്തിന് എടുത്തിരിക്കുക ന്യൂയോർക്ക് സിറ്റി. എന്നിട്ട് കുറേ പൈസ പാകിസ്ഥാന് കൊടുത്തിട്ട് അത് IMF-ന്റെ ഇതിനു വേണ്ടി സഹായം എന്നുള്ള നിലയ്ക്കാണ് ചെയ്യുന്നത് എന്നുള്ള മട്ടിലാണ്. അപ്പോൾ അനധികൃത കുടിയേറ്റത്തിന് സഹായിക്കലാണല്ലോ അത് ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ അത് റദ്ദാക്കും എന്നുള്ള മട്ടില് ആണിപ്പോൾ വിവേക് രാമസ്വാമിയും എലോൺ മസ്കും ആണല്ലോ ഈ എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ, ചെലവ് കുറയ്ക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ട്രംപ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ അനാമത്ത് ചെലവായിട്ടാണ് ആ പൈസ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ പിച്ചക്കാരായിട്ട് ഇത്രയും പേരെ ലിസ്റ്റ് ചെയ്തതോടുകൂടി രാജ്യം തന്നെ ലോകത്തിന് മുമ്പിൽ നാണം കെടുന്നുള്ള കാര്യം ഉറപ്പാണ്. നാണം കെടുന്ന വേറൊന്നാണ് ഈ IMF-ന്റെ കാര്യങ്ങളുമൊക്കെ. പിന്നെ ചൈനയിൽ നിന്ന് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൽ ഒരുപാട് കടം. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ കടക്കെണിയിലാണ് പാകിസ്ഥാൻ ഇപ്പം നിൽക്കുന്നത്. പ്രത്യേകിച്ച് വരുമാന മാർഗമൊന്നുമില്ല അവിടെ. പിന്നെ അവിടെ എണ്ണ കണ്ടെത്തി, പക്ഷെ അത് ഈ ഭീകരത കാരണം അതിന് ആരും ടേക്കേഴ്സൊന്നുമില്ല. ഒരു കമ്പനിയും ഷെല്ല് പോലെയോ ആരാംകോ പോലെയുള്ള കമ്പനിയൊന്നും. ചെറിയ തോതിലൊക്കെ എണ്ണ കച്ചവടമൊക്കെ നടത്തിയിരുന്നവരൊക്കെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക ചെയ്തത്. കാരണം ബലൂജി ഭീകരർ, മറ്റേ പഖ്തൂൺവായിൽ പഷ്തൂൺ പോരാളികൾ, ബലൂജി പോരാളികൾ, ഇങ്ങനെ ഇവരൊക്കെ ചൈനക്കാരെ തന്നെ കൊന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ വേറെ ഈ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് ഈ എണ്ണയൊക്കെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെയൊന്നും പോയി ആരും എണ്ണ കുഴിച്ചെടുക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ കണ്ടെത്തിയത് കൊണ്ടും ഗുണമില്ല. പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ബലൂചിസ്ഥാൻ. പക്ഷേ ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ്റെ കയ്യിലല്ല, പഷ്തൂണും പാകിസ്ഥാൻ്റെ കയ്യിലല്ല. അപ്പോൾ ഇങ്ങനെയാണ് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഒരു പിച്ച രാഷ്ട്രമായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.